എൻ്റെ വേളാങ്കണ്ണി മാതാവേ, ഈ മുനമ്പത്തെ ഭൂമി പ്രശ്നം സംബന്ധിച്ച കൺഫ്യൂഷൻ അങ്ങോട്ട് തീരുന്നില്ലല്ലോ. കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന് പലവട്ടം പാടിയിട്ടും പ്രാർത്ഥിച്ചിട്ടും പ്രയോജനം കിട്ടുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. നമ്മുടെ നിയമകാര്യ മന്ത്രി കിരൺ റിജിജു, അദ്ദേഹം ഈ ന്യൂനപക്ഷത്തിന്റെ ചുമതലയുള്ള മന്ത്രിയും കൂടാ, അതിൻ്റെയും കൂടെ ആശാന. അദ്ദേഹം പാർലമെന്റിൽ അവതരിപ്പിച്ച ഈ വഖഫ് ഭേദഗതി ബില്ല് BJPയും അവരെ അനുകൂലിക്കുന്നവരും അവരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങി അവർക്കും വഖഫ് ഭേദഗതി ബില്ലിനും വേണ്ടി സംസാരിക്കുന്നവരും ഒക്കെ നമ്മളോട് പറഞ്ഞിരുന്നത് ബില്ല് പാസ്സാകുന്നതോടെ പ്രശ്നങ്ങൾ തീരും എന്നാണ്. മുൻപത്തുകാർക്ക് അവരുടെ ഭൂമിയിൽ അവകാശം ലഭിക്കും, എല്ലാ തരത്തിലുള്ള റവന്യൂ അവകാശങ്ങളും ലഭിക്കും എന്നൊക്കെ പറഞ്ഞതാണ്. ഇത് വാസ്തവത്തിൽ വഖഫ് ഭൂമിയല്ല, ഇത് ഫറൂഖ് കോളേജിന് ആരോ സംഭാവന ചെയ്തതാണ്. അത് പിന്നീട് ആരോ വഖഫ് ഭൂമിയാക്കി മാറ്റി വ്യാഖ്യാനിച്ചതാണ്. കോളേജുകാരും പറയുന്നു ഇത് വഖഫ് ഭൂമിയല്ല, ഞങ്ങൾ കൊടുത്തതാണ്. പക്ഷേ ഇത് സംബന്ധിച്ച ഒരു കമ്മീഷൻ റിപ്പോർട്ട്, അതിന്റെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു ഹൈക്കോടതി വിധി, ഇതൊക്കെയാണ് മുൻപത്തെ ആളുകൾക്ക് അവർ കൈവശം വെച്ച് അനുഭവിക്കുന്ന ഭൂമിയിന്മേൽ റവന്യൂ അവകാശങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത്. പറഞ്ഞല്ലോ, ഈ ബില്ല് നിയമമാകുന്നതോടുകൂടി ഇതെല്ലാം തീരും, പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്ന് നമ്മൾ എല്ലാവരും കരുതിയതാണ്. ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയ ദിവസം വെളുപ്പിന് 2 മണിക്കോ മറ്റോ ആണ് ഇത് പാസ്സാവുന്നത്. രാജ്യം ഉറങ്ങുന്ന നേരത്താണ്. പക്ഷേ ഈ ബില്ല് ലോക്സഭ പാസ്സാക്കിയെന്ന വിവരങ്ങൾ ലഭിച്ച ഉടനെ മുനമ്പത്തെ ആ സമരപ്പന്തലിൽ ആളുകൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത് നമ്മളൊക്കെ കണ്ടതാ. അവർ സന്തോഷിക്കും. കാരണം ഒരു കിടപ്പാടം എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. വായുവും ഭക്ഷണവും പോലെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കിടപ്പാടം. നമ്മൾ കൈവശം വെച്ച് അനുഭവിച്ചു പോന്നിരുന്ന ഭൂമി നമുക്ക് നഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വേദനയും നൊമ്പരും ചെറിയ കാര്യമല്ല. അത് അനുഭവിച്ചവർക്കേ അറിയൂ. പക്ഷെ അത് ആ ആശങ്കകൾ മാറുന്നു. നമ്മുടെ ഭൂമി നമ്മുടെ തന്നെയാണ് എന്ന് ഒരു ഉറപ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷമാണ് അന്ന് സമരപന്തലിൽ കണ്ടത്. അത് കണ്ട് ആഹ്ലാദിച്ചുകൊണ്ട് കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാനും. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ഇത് സംബന്ധിച്ച ആശയക്കുഴപ്പം തുടരുന്നു എന്നുള്ളതാണ് അത്ഭുതകരമായ ഒരു കാര്യം. ഇന്ന് കിരൺ റിജിജു മുൻപത്ത് വരും, സമരപന്തലുള്ളവരെ കാണും, എന്തൊക്കെയോ പറയും, ചിലതൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞതാ. അത് മാറ്റിവെച്ചു എന്നാണ് കേൾക്കുന്നത്. പിന്നെ ഒരു ദിവസം വന്നേക്കാം, അത് വേറൊരു കാര്യം. ഏത് ഭൂമിയും വഖഫിൻ്റെതാണെന്ന് പ്രഖ്യാപിക്കാൻ വഖഫ് ബോർഡുകൾക്കുണ്ടായിരുന്ന ഒരു അവകാശം, പഴയ നിയമത്തിൽ അങ്ങനെ ഒരു അധികാരം അവർക്കുണ്ടായിരുന്നു. അത് എടുത്തു കളയുന്ന ഒരു ഭേദഗതി, ആ ഭേദഗതി പാസ്സാവുന്നതോടെ മുനമ്പംകാരുടെ പ്രശ്നം തീരും എന്നാണ് നമ്മളെല്ലാവരും ധരിച്ചു വെച്ചിരുന്നത്. അവിടെ താമസിക്കുന്നവരും നമ്മളും ഒക്കെ അങ്ങനെ വിചാരിച്ചതാ. ആ ഭേദഗതി പാസ്സാക്കുകയും ചെയ്തു. ആ നിയമം അല്ലെങ്കിൽ ആ വകുപ്പ്, വഖഫ് ബോർഡിന് അത്തരത്തിലൊരു അധികാരം ഉണ്ടായിരുന്നത്, അത് എടുത്തു മാറ്റുകയും നമ്മുടെ സുരേഷ് ഗോപി ആശാന്റെ ഭാഷയിൽ പറഞ്ഞാല് അതെടുത്ത് അറബിക്കടലിൽ മുക്കിക്കളയുകയും ചെയ്തു. പക്ഷെ പ്രശ്നം അവിടെയല്ല ഉണ്ടായത്. ഇതിനൊരു മുൻകാല പ്രാബല്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് മുനമ്പത്തെ ഭൂമിക്ക് ബാധകമാകത്തുള്ളൂ. അതാണ് പ്രശ്നം. പണ്ടുണ്ടായ ഒരു കോടതി വിധിയാണ്. പക്ഷേ ഈ പുതിയ നിയമത്തിന്റെ പ്രിയാമ്പിളില്, ആമുഖത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ബില്ല്, പാർലമെന്റ് പാസ്സാക്കിയ ബില്ല് പ്രസിഡന്റ് അംഗീകരിച്ചതിന് ശേഷം, അതിന് അനുമതി കൊടുത്തതിന് ശേഷം എന്നാണോ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത് അന്നു മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരിക എന്നുള്ളതാണ്. അതിന് മുൻകാല പ്രാബല്യം കൊടുക്കണമെങ്കിൽ ഈ ബില്ലിൽ, നിയമത്തിൽ തന്നെ ആ വ്യവസ്ഥ എഴുതി ചേർക്കാം. അതുപോലെ പ്രിയാമ്പിൾ അത് ചേർക്കുകയും ചെയ്യാം. ഇതിന് ഇന്ന കാലം മുതൽ മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കും എന്നുള്ളത്. പക്ഷേ പാർലമെന്റില്, പ്രത്യേകിച്ച് ലോക്സഭയിൽ പ്രസംഗിക്കുമ്പോൾ കിരൺ റിജിജുവും ആഭ്യന്തര അമിത്ഷായും വളരെ വ്യക്തമായിട്ട്, കാറ്റഗോറിക്കലായിട്ട് പറഞ്ഞു ഈ നിയമത്തിന് മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളത്. ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ആശയക്കുഴപ്പമായിട്ട് നമ്മുടെ മുമ്പിൽ, അല്ലെങ്കിൽ മുനമ്പം ഭൂമി പ്രശ്നത്തിന്റെ കാര്യത്തിൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ നിയമത്തിന്റെ സെക്ഷൻ 2 നൽകിയിരിക്കുന്ന ഒരു പ്രൊവൈസോ ഉണ്ട്. അത് മുനമ്പംകാർക്ക് പ്രയോജനം ചെയ്യും. അവരുടെ ഭൂമിയുടെ മേലുള്ള അവകാശം നിലനിർത്തുന്നതിന് അവരെ സഹായിക്കുമെന്ന് വാദിക്കുന്നവരുണ്ട്. അതായത് ഈ നിയമം പാസ്സാക്കുന്നതിന് മുമ്പോ പിൻപോ വഖഫ് ബോർഡോ അല്ലെങ്കിൽ സമാനമായ ഏതെങ്കിലും ട്രസ്റ്റുകളോ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ കോടതി വിധികൾ, ഡിക്രികളൊക്കെ അസാധുവാകും എന്നാണ് അതിൽ പറയുന്നത്. പക്ഷെ ഇത് സംബന്ധിച്ച് പല അഭിഭാഷകരോടും അഭിപ്രായം ചോദിച്ചപ്പോൾ വ്യത്യസ്തങ്ങളായ മറുപടികളാണ് കിട്ടിയത്. ചിലർ പറയുന്നു ഇത് മുനമ്പംകാർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു പ്രൊവൈസോ ആണ്, മറ്റു ചിലർ ഇതുകൊണ്ട് അവർക്ക് പ്രയോജനമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കാണെങ്കിൽ
നിയമപരമായ വിദ്യാഭ്യാസമൊന്നും കിട്ടിയിട്ടില്ല. വേണമെങ്കിൽ ഈവനിങ് ക്ലാസ്സിൽ ചേർന്ന് ഒരു നിയമബിരുദം എടുക്കാമായിരുന്നു. 1980 തിരുവനന്തപുരത്തെ ലോ അക്കാദമിയിൽ അഡ്മിഷൻ കിട്ടിയതാ. അന്ന് പോകാൻ പറ്റിയില്ല. പോയിരുന്നേ നമുക്ക് സ്വന്തമായിട്ട് ഈ കാര്യത്തിലൊരു നിഗമനം അങ്ങ് പറയാമായിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത്. അതാണ് കൺഫ്യൂഷന്റെ അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിന്റെ മറ്റൊരു കാരണം. ഇന്നലെ കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഒരു വിധിയാണ് ആശയക്കുഴപ്പത്തിന് മറ്റൊരു കാരണമാവുന്നത്. അതായത് ഈ പ്രശ്നം വളരെ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്നൊരു തലയൂരാൻ വേണ്ടി, ഒരല്പം സമയം കിട്ടാൻ വേണ്ടി, ടു ബൈ ടൈം എന്ന് പറയും, അതിനുവേണ്ടി നമ്മുടെ കേരള സർക്കാർ ഒരു കമ്മീഷനെ വെച്ചു. അതായത് മുനമ്പത്തെ ഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള അതിന് പറ്റിയ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ വെച്ചതാണ്. പക്ഷെ അതിനെതിരെ ആരോ കോടതിയിൽ പോയി ബിച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ച് ആ കമ്മീഷൻ അതിന് സാധുതയില്ലെന്ന് പ്രഖ്യാപിച്ചു. സർക്കാർ അപ്പൊ അപ്പീലിൽ പോയി. അപ്പൊ അപ്പീലില് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ആ കമ്മീഷന് തുടർന്ന് പ്രവർത്തിക്കാം, അതിന് നിയമ തടസ്സമില്ല എന്നുള്ളതാണ്. ചേട്ടാ, ഇതൊരു കൺഫ്യൂഷനായി. കാരണം ഇപ്പൊ തന്നെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം, അതാണ് ഇന്ത്യയിലെ ഇനിയത്തെ നിയമം. അത് പാസ്സായി കഴിഞ്ഞു, പ്രസിഡന്റ് അനുമതി കിട്ടിയ നിയമമായി കഴിഞ്ഞു. അങ്ങനെയുള്ളപ്പോ അഥവാ ആ നിയമപ്രകാരം, ഞാൻ നേരത്തെ പറഞ്ഞ 2ാം വകുപ്പിന്റെ പ്രൊവൈസോ പ്രകാരം മുൻപത്തെ ആളുകൾക്ക് ഭൂമിയിന്മേൽ, അവരനുഭവിക്കുന്ന ഭൂമിയിന്മേൽ, കൈവശം വയ്ക്കുന്ന ഭൂമിയിന്മേൽ എല്ലാ റവന്യൂ അവകാശങ്ങളും സിദ്ധിക്കും എങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ ഒരു കമ്മീഷന്റെ ആവശ്യം? വെറുതെ സർക്കാരിന്റെ കുറെ കാശ് കളയാം, പണം ചെലവാക്കാമെന്നല്ലാതെ എന്താണ് ഇതുകൊണ്ടുള്ള ഒരു പ്രയോജനം? വലിയ നിയമമായല്ലോ, ഇനി അതനുസരിച്ചാണല്ലോ കാര്യങ്ങൾ പോകേണ്ടത്. അതിനപ്പുറത്തിന് ഈ കമ്മീഷൻ എന്ത് അഭിപ്രായം പറഞ്ഞാലും എന്ത് ശുപാർശകൾ നൽകിയാലും എന്താണ് പ്രയോജനം? ഇനി ആശയക്കുഴപ്പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ ബില്ലനുസരിച്ച് അല്ലെങ്കിൽ നിയമം അനുസരിച്ച് BJPയും സർക്കാരും പറയുന്നത് പോലെ മുനമ്പത്തെ താമസക്കാർക്ക് 600ഓളം കുടുംബക്കാരുണ്ട്. അവർക്ക് അവരുടെ ഭൂമിയിന്മേൽ റവന്യൂ അവകാശങ്ങളെല്ലാം ലഭിക്കുമെങ്കിൽ പിന്നെന്താണ് സമരം അവസാനിപ്പിക്കാത്തത്? ഇനി എന്തുറപ്പാണ് ആരിൽ നിന്നാണ് സമരക്കാർക്ക് ലഭിക്കേണ്ടത്? നിയമം വന്നു കഴിഞ്ഞു. കിരൺ റിജു പറഞ്ഞു ഇത് മുനമ്പംകാർക്ക് പ്രയോജനം ചെയ്യുമെന്ന് രാജ്യസഭയിൽ പ്രസംഗിച്ചതാ. സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവരുണ്ടല്ലോ, അവരെല്ലാം ഈ മർത്തോമ ക്രിസ്ത്യാനികളാ, തോമാസ് ലീഗയുടെ പിന്മുറക്കാരാ. തോമാസ് ലീഗയുടെ കഥ അറിയാവുന്നതാ. അദ്ദേഹം സംശയാലുവാ, സംശയിക്കുന്ന തോമസ് ആണ്. അദ്ദേഹത്തിന്റെ ഗുരുവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ അദ്ദേഹത്തിന്റെ വിലാപ്പുറത്തെ മുറിവിന്റെ പാടിൽ വിരലിട്ട് നോക്കി ബോധ്യപ്പെട്ടാൽ മാത്രമേ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ആളാണ്. അവരുടെ പിൻഗാമികളാണ്. അവർക്ക് കൂടുതൽ ഉറപ്പ്, കൃത്യമായ ഉറപ്പ് കിട്ടാതെ ഈ സമരം പിൻവലിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ. അതാണ് ഇപ്പോഴും സമരം തുടരുന്നതിന്റെ കാരണമെന്നാണ് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സമരം? സമരം വിജയിച്ചു കഴിഞ്ഞില്ലേ, പാർലമെന്റ് നിയമം പാസ്സാക്കിയില്ലേ. ഈ വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് ക്രിസ്ത്യാനികളായ MP-മാർക്ക് നമ്മുടെ കത്തോലിക്ക മെത്രാൻ സംഘം KCBC മറ്റും നിർദ്ദേശം കൊടുത്തിരുന്നതാണ്. പക്ഷെ അവരത് അനുസരിച്ചില്ല. പക്ഷെ പാസ്സായി. ഇക്കാര്യത്തിൽ വലിയ സന്തോഷമുണ്ടെന്ന് സീറോ മലബാർ സഭയുടെ വക്താവ് പ്രസ്താവിച്ചു. പക്ഷെ ഇപ്പം KCBCയോ CBCIയോ മെത്രാന്മാരുടെ സംഘടനകളൊന്നും ഇതിനെപ്പറ്റി കാര്യമായിട്ട് പറഞ്ഞു കേൾക്കുന്നില്ല. നമ്മുടെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. നമ്മുടെ മമ്മൂട്ടി നായകനായ CBI സിനിമകളിൽ ഒരു സീരീസ് ഉണ്ടല്ലോ, അതിലൊന്നില് നമ്മുടെ ജഗതി ശ്രീകുമാർ അവതരിപ്പിക്കുന്ന കഥാപാത്രം, അദ്ദേഹം വേഷം മാറി ചെല്ലുകയാ മേമന നമ്പൂതിരിയായിട്ട്. ഒരു കള്ളപ്പണക്കാരൻ്റെ അടുത്ത് ചെല്ലുക, കള്ളപ്പണക്കാരനെ ഒന്ന് വിരട്ടാൻ പോയതാ ചില വിവരങ്ങൾ അറിയാൻ. പക്ഷെ അയാൾ കയറി നമ്മുടെ മേമന നമ്പൂതിരിയെ വിരട്ടി. അത് മാത്രമല്ല ഒരു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനും വന്നു. മേമന ഇൻകം ടാക്സ് ഓഫീസർ എന്ന് പറഞ്ഞാൽ പോയിരിക്കുന്നത്. അപ്പൊ വേറൊരു ഇൻകം ടാക്സ് ഓഫീസർ വരുന്നു. അപ്പൊ കുറെ കഴിഞ്ഞപ്പോൾ ഇൻകം ടാക്സ് ഓഫീസർ പ്രയാണം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്, സ്കൂട്ടാവുന്നതാണ് കാണുന്നത്. ചോദിച്ചപ്പോൾ നമ്മുടെ മേമന നമ്പൂതിരി പറഞ്ഞു, നോം ഒരു ഐഡന്റിറ്റി കാർഡ് അദ്ദേഹത്തെ കാണിച്ചു, അതുകൊണ്ടാണ് അദ്ദേഹം സ്ഥലം വിട്ടത് എന്നാണ്. അതുപോലെയാണ് ഈ തർക്കങ്ങൾ നടക്കുന്നതിനിടയ്ക്ക്, അതായത് വഖഫ് ബില്ല് കൊണ്ട് പ്രയോജനമുണ്ടോ ഇല്ലയോ, സമരം നിർത്തണോ അവസാനിപ്പിക്കണോ എന്നൊക്കെ ചർച്ച നടക്കുന്നതിനിടയ്ക്ക് RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ ഓൺലൈൻ പതിപ്പിൽ ഒരു ലേഖനം വന്നു. ആ ലേഖനം ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ സ്വത്തിനെ കുറിച്ചുള്ളതാണ്. 7 കോടി ഹെക്ടർ ഭൂമി ഇന്ത്യയിലെ കത്തോലിക്ക സഭയ്ക്കുണ്ടെന്നാണ് ആ ലേഖനത്തിൽ പറയുന്നത്. 20,000 കോടി രൂപയുടെ സ്വത്തുക്കൾ. ഇതൊക്കെ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ ലഭിച്ചതാണെന്നും ഓർഗനൈസർ പറയുന്നുണ്ട്. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിയമവിരുദ്ധമായി കത്തോലിക്ക സഭയ്ക്ക് ലഭിച്ച
ഭൂമിയാണ് ഇതെന്നാണ് ലേഖനം വ്യാഖ്യാനിക്കുന്നത് അല്ലെങ്കിൽ വാദിക്കുന്നത്. അതുകൂടാതെ ഗവൺമെന്റ് കഴിഞ്ഞാൽ, സർക്കാർ കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും വലിയ ഭൂവുടമ അതാരാണ്? അതും കത്തോലിക്ക സഭയാണ് എന്ന് പറയുന്നു. അതിനും അപ്പുറത്ത് 17-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് ഇന്ത്യയിലെ സുവിശേഷ പ്രവർത്തനത്തിന് വന്ന ഇറ്റലിക്കാരനായ ഒരു ഈശോസഭക്കാരനായ വൈദികൻ, അദ്ദേഹത്തിന്റെ പേര് റോബർട്ട് ഡി നൊബിലി എന്നാണ്. അദ്ദേഹത്തെ ഊടുപാട് ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് ലേഖനങ്ങൾ ഓർഗനൈസറി വന്നതാണ്. വഖഫുമായി ബന്ധപ്പെട്ട് നിയമത്തെയും BJPയെയും പിന്താങ്ങുകയും അതുപോലെ കേരളത്തിലെ ക്രൈസ്തവരെ മുഴുവൻ BJP പാളയത്തിലേക്ക് കൊണ്ടുകെട്ടുന്നതിന് അച്ചാരം വാങ്ങിച്ചു കഴിയുകയും ചെയ്യുന്ന ആളുകൾ വഖഫ് ഭേദഗതിക്ക് അനുകൂലമായും BJPക്ക് അനുകൂലമായിട്ടൊക്കെ വായ്ത്താരി നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് RSSന്റെ മുഖമാസികയില് ഈ ലേഖനം പ്രത്യക്ഷപ്പെടുന്നത്. ഈ അച്ചാരം വാങ്ങിയവർക്ക് ഇതൊന്നും മനസ്സിലായില്ല, അവർക്ക് മനസ്സിലാകത്തുമില്ല. പക്ഷേ മെത്രാന്മാർ അടക്കമുള്ളവർക്ക് ഇതിന്റെ പൊരുൾ മനസ്സിലായി. ഈ ലേഖനത്തിന്റെ അർത്ഥം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. സംഘപരിവാരം പാല് കൊടുത്ത് വളർത്തി അവരുടെ കൂടയിൽ സൂക്ഷിച്ചിരുന്ന ഒന്നാണ്. ഈ വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കിയെടുത്ത സന്തോഷത്തില് എങ്ങനെയോ ഈ കൂടയിൽ നിന്ന് ചാടിപ്പോകുന്നതാ ഈ ഭീകരജീവി. ഈ ലേഖനത്തിന്റെ വിഷയം, അതായത് ഈ ലേഖനം എന്ന് പറയുന്നത് നീണ്ട ദംഷ്ട്രകള്, വിഷം ചുരത്തുന്ന തേറ്റകളുള്ള ഒരു ഭീകര ജീവിയാണ് ആ ലേഖനത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നത്. അതിന് വലിയ കൊമ്പുകളുണ്ട്, നീണ്ട നഖങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു ഭീകരജീവി അറിയാതെ ചാടിപ്പോയതാ. ആ ലേഖനം ഒന്ന് സശ്രദ്ധം വായിക്കണം. അതിൽ പറയുന്നത് കത്തോലിക്ക സഭയാണ് ഗവൺമെന്റ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂവുടമ. ഈ സ്വത്തുക്കളെല്ലാം ലഭിച്ച ദുരൂഹമായ സാഹചര്യത്തിലാണ്. ഗവൺമെന്റ് കൊടുത്തതാ, ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊടുത്തതാ. അതായത് സർക്കാർ ഭൂമിയാണിപ്പോ. സർക്കാർ പണ്ട് കൊടുത്തത് നമുക്ക് തിരിച്ചു പിടിക്കാം, അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്, അതിലെ പ്രൊവിഷൻ ഉണ്ടാക്കണം. ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ വഖഫ് ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് ആളുകള് മുസ്ലിം സമുദായത്തിന് സംഭാവന ചെയ്ത, സമർപ്പണം നടത്തിയ ഭൂമിയെ കുറിച്ചാണ്. മതപരമോ ആത്മീയമോ ആയ കാരണങ്ങൾക്ക് അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുസ്ലിം സമുദായത്തിന് സമർപ്പണം നൽകിയ അല്ലെങ്കിൽ സംഭാവന ചെയ്ത ഭൂമിയാണ്. അതിന്മേലാണ് ഇപ്പോൾ ഈ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ അവകാശം ഉന്നയിക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. അതേസമയം ഈ ഓർഗനൈസർ ലേഖനത്തിൽ പറയുന്ന കത്തോലിക്ക സഭയുടെ ഭൂസ്വത്ത് അത് ദുരൂഹ സാഹചര്യത്തിൽ കിട്ടിയതാ. ആരും സംഭാവന ചെയ്തതില്ല, അതിന് രേഖകളില്ല. ഇത് ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയതാണ്. അവിടെയാണ് ഈ വിഷജീവിയുടെ ദംഷ്ട്രകളും കൊമ്പുകളും നഖങ്ങളും ഒക്കെ ഒളിഞ്ഞിരിക്കുന്നത്. ഓർഗനൈസറുടെ ഓൺലൈൻ പതിപ്പിൽ ആ ലേഖനം വന്ന് അധികം താമസിയാതെ പിൻവലിച്ചു. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? അതിന്റെ മാരക സ്വഭാവം കണക്കിലെടുത്തുകൊണ്ടാ. വഖഫ് ഭേദഗതി ബില്ലിന്റെ പേരില് ക്രിസ്ത്യാനികൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറാൻ രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ BJP നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓർഗനൈസർ ഈ ലേഖനം പ്രസിദ്ധീകരിച്ചാൽ അത് വലിയ ദോഷം ചെയ്യും എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഓർഗനൈസർ ആ ലേഖനം പിൻവലിച്ചത്. അത് മനസ്സിലാക്കേണ്ടവര് മനസ്സിലാക്കി. ആചാരം വാങ്ങികൾക്ക് അത് പിടികിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഒരു വലിയ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. അത് ഈ വഖഫ് ഭേദഗതി ബില്ല് പാസ്സായ പശ്ചാത്തലത്തിലാണ്. കത്തോലിക്ക സഭയിൽപ്പെട്ടവരാണല്ലോ മുനപ്പത്ത് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ആ സമരം വിജയിച്ചു. 600 കുടുംബങ്ങൾക്ക് ഭൂമി കിട്ടാൻ പോവുക. ഈ അനുകൂല സാഹചര്യം ഉപയോഗിച്ച് എന്തുകൊണ്ട് ക്രൈസ്തവർക്ക് അവരുടേതായ ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങിക്കൂടാ എന്ന ചോദ്യം, അത് സംബന്ധിച്ച ചർച്ചകൾ. തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി തന്നെ അതേപ്പറ്റി പരസ്യമായിട്ട് പറഞ്ഞു. അച്ചാരം വാങ്ങിയാൽ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ക്രൈസ്തവര് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു, അത് NDAയുടെ ഭാഗമാകുന്നു. ഇവിടെ മത്സരിച്ചാൽ ജയിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് ഒരു രാജ്യസഭാംഗമാകുന്നു, അങ്ങനെ ഒരു സഹമന്ത്രിയാകുന്നു. സഹമന്ത്രിയാകുമ്പോൾ ക്യാബിനറ്റ് മന്ത്രി ഫയലൊന്നും കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല, നാട് നീളെ നടന്ന് വേണ്ടാതീനം പറയാം, പറഞ്ഞുകൊണ്ട് നടക്കാം. അങ്ങനെയൊക്കെ സ്വപ്നം കണ്ട് ഇരുന്നവരാ. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ സഭയില് സമാധാനവും ഐക്യവും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന കാര്യം അവരങ്ങ് മറന്നുപോയി. ഈ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ആലോചിക്കുന്ന തിരക്കില് നമുക്കറിയാം കത്തോലിക്ക സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ചേരിഞ്ഞുള്ള അടിയാണ് നടക്കുന്നത്, യുദ്ധമാണ് നടക്കുന്നത്. മാർപ്പാപ്പയെ പോലും ധിക്കരിക്കുന്നു. മാർപ്പാപ്പ അയച്ച ഒരു ആർച്ച് ബിഷപ്പിനെ, അദ്ദേഹത്തിന്റെ പ്രതിയായിട്ട് വന്ന ഒരു ആർച്ച് ബിഷപ്പിനെ ഭേദ്യം ചെയ്തവരാണ് ഇവര്. അവരാണ് പറയുന്നത്
നമുക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാം. സത്യം പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടി ആരംഭിക്കണമെന്ന് പരസ്യമായിട്ട് പറഞ്ഞ ആർച്ച് ബിഷപ്പ്, തലശ്ശേരി ആർച്ച് ബിഷപ്പ് പാമ്പ്ളാനി, മാർ പാമ്പ്ളാനി പിതാവ്, അദ്ദേഹത്തിനാണ് ഇപ്പോ എറണാകുളം അങ്കമാലി അതിരൂപയുടെ ചുമതല. എന്തൊരു വൈരുദ്ധ്യമാണ് എന്ന് ആലോചിക്കണം. ഈ വൈരുദ്ധ്യം മറ്റാരുമല്ല ചൂണ്ടിക്കാട്ടിയത്. ആദ്യം പറഞ്ഞത് ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ്, പാലാ ബിഷപ്പ്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സ്വന്തം സഭയിൽ ഐക്യവും സമാധാനവും കാത്തു സൂക്ഷിക്കാൻ പറ്റാത്തവരാണോ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയെന്ന് കല്ലറങ്ങാട് പിതാവ് ചോദിച്ചു. അതോടെ ആ നീക്കമൊന്ന് തൽക്കാലത്തേക്കൊന്ന് മുടങ്ങിക്കിടക്കുകയാണ്. നാളെ ആരെങ്കിലും അത് ഉയർത്തിക്കൊണ്ടുവന്നേക്കാം. ജർമ്മനിയിൽ പണ്ട് മാർട്ടിൻ നിമോളർ എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു. പ്രൊട്ടസ്റ്റന്റ് വൈദികനായിരുന്നു. അദ്ദേഹം ഈ ഫാസിസത്തെ കുറിച്ച് ഒരു കവിത എഴുതി. ആ കവിത വഹബ് ചർച്ചയിലെ പാർലമെന്റിൽ ആരോ ഉദ്ധരിച്ചു. അതിനെ ദീപിക ദിനപത്രം നന്നായിട്ട് പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു മുഖപ്രസംഗം വായിക്കുകയുണ്ടായി. ആ കവിതയിൽ പറഞ്ഞിരുന്നത്, ആദ്യം ഈ ഫാസിസ്റ്റുകളെ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നീട് തൊഴിലാളികളെയും തൊഴിലാളി യൂണിയൻ നേതാക്കളെയും തേടി വന്നു. ഞാൻ തൊഴിലാളിയല്ല, തൊഴിലാളി യൂണിയൻ നേതാവുമല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നീട് ജൂതരെ തേടി വന്നു. ഞാൻ ജൂതനല്ലല്ലോ, പിന്നെ ഞാൻ എന്തിന് അതിന് ചെവി കൊടുക്കണം. കത്തോലിക്കരെ തേടി വന്നു. ഞാൻ കത്തോലിക്കനല്ലല്ലോ, പിന്നെ ഞാൻ എന്തിന് അവരെ പരിഗണിക്കണം, അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കണം. ഒടുവിൽ എന്നെ തേടി വന്നു. പക്ഷെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അതെ, ദീപിക എത്ര പരിഹസിച്ചാലും നിമോളർ പറഞ്ഞതാണ് ശരിയാവാൻ പോകുന്നത്. ഇന്ന് മുസ്ലിം അവരുടെ വഖഫ് ഭൂമി അതെങ്ങനെ തട്ടിയെടുക്കാം? അത് സമർപ്പണമായി കിട്ടിയതാണ്. നാളെ നസ്രാണി, നിങ്ങള് ക്രൈസ്തവർ, നിങ്ങളാണ് അടുത്ത ഉന്നം. നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ 7 കോടി ഹെക്ടർ ഭൂമി അത് ബ്രിട്ടീഷുകാർ തന്നാണെന്നാ പറയുന്നത്. ദുരൂഹമായ സാഹചര്യത്തിൽ കിട്ടിയതാണെന്നാ പറയുന്നത്. അടുത്തതായിട്ട് കണ്ണുവയ്ക്കുന്നത് നിങ്ങളുടെ മേലാണ്, നിങ്ങളുടെ ഭൂമി മേലാണ്. ഒരു കാര്യം ഓർക്കണം, പാർലമെന്റില് വഖഫ് ബില്ലിന്മേൽ ചർച്ച നടക്കുമ്പോഴും ജബൽപൂരിലെ കത്തോലിക്ക വൈദികര് പോലീസിന്റെയും സംഘപരിവാറുകാരുടെയും അട്ടികൊണ്ട് അലറിക്കരയുകയായിരുന്നു എന്ന കാര്യം ആരും മറക്കരുത്. ഇപ്പോൾ വഖഫിന്റെ പേരിൽ, വഖഫ് ബില്ലിന്റെ പേരിൽ, നിയമത്തിന്റെ പേരിൽ BJPക്ക് സ്തുതിഗീതം എഴുതുന്നവര് അത് മറക്കരുത്.